പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമീർ മുതുകുറ്റിയാണ്. അർജുൻ നമ്മുടെ സമൂഹത്തിൽ ബാക്കി വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. അപകടം സംഭവിച്ച് 13 നാളുകൾക്കിപ്പുറം എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിച്ചുകൊണ്ട് ദൗത്യം അവസാനിപ്പിക്കുന്നതോടുകൂടി കേരളമൊട്ടാകെ, ഇന്ത്യയൊട്ടാകെ ലോകജനത ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയം ഇന്ന് ആളൊഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞ് ചാനൽ ചർച്ചകൾ പോലുമില്ലാതെ കേവലം ആ ഒരു കുടുംബത്തിൻ്റെ ദുഃഖം മാത്രമായി ഒതുങ്ങുകയാണ്, അവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. തീർച്ചയായിട്ടും നൊന്തു പെറ്റ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ ദുഃഖമായി, മായാത്ത മറയാത്ത ഓർമ്മകളായി എന്നും അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിന് പോലും ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. അതോടൊപ്പം ലോറി ഡ്രൈവർ മനാഫ് ആദ്യ ദിവസങ്ങളിൽ ഈ ദൗത്യത്തിന് വലിയൊരു പ്രതീക്ഷ തന്നെ അർപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രഞ്ജിത്ത് ഇസ്രായേൽ, അദ്ദേഹം കാണിച്ചു തന്ന സ്ഥലത്ത് ലോറി ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എതിർക്കപ്പെട്ടത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് കർണാടക MLA പ്രിയപ്പെട്ട സതീഷ് കൃഷ്ണസേൽ, അതോടൊപ്പം ഉത്തര കന്നഡ ജില്ലാ കലക്ടർ തുടങ്ങി ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള NDRF, SDRF സംഘങ്ങൾ, ആർമി, നേവി ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെയും ഇതിനു വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ചു. ഈ അവസാനം വന്നിട്ടുള്ള റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സർ അടക്കമുള്ള, അതുപോലെ നമുക്കൊക്കെ ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് അവസാന നാളുകളിൽ പോലും ഈ ഒരു ദൗത്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഈശ്വർ മാൽപ്പെ അടക്കമുള്ള സംഘങ്ങൾ, അങ്ങനെ ഒരുപാട് പേരുടെ കഠിനമായ പ്രയത്നം, അതൊക്കെ നമ്മൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് നമ്മളൊക്കെ സ്നേഹത്തോടെ മൊട്ട എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ സാർ. അരുൺ സാറിൻ്റെയും അതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെയും ഈ പ്രയത്നം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആദ്യ ദിവസങ്ങളിൽ വളരെ ലാഘവത്തോടെ എടുത്തിരിക്കുന്ന കർണാടക സർക്കാരിൻ്റെ തീരുമാനങ്ങൾ, അത് പലപ്പോഴും ഒരു രക്ഷാദൗത്യമായി അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഈ TV ചാനലിൻ്റെ അല്ലെങ്കിൽ അരുൺ സാറിൻ്റെ റിപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പൊതുവെ മീഡിയയിലുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ ഒരു ഗൗരവത്തിലേക്ക് മാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസങ്ങളിൽ കർണാടക സർക്കാർ ഉഴപ്പി എന്നുള്ളത് വാസ്തവമാണ്. അതിന് ആവശ്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളതും സത്യമാണ്. അതിനുശേഷം ഒരു അറേഞ്ച് വർക്ക്, ഒരു പ്ലാനിങ് വർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ സംഭവം അത്രയും ഗൗരവമേറിയതായതുകൊണ്ട് തന്നെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്ന ഒരവസ്ഥ, ഒരു പരിധിവരെ നമ്മളും അതിനോട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. കാര്യം നമുക്കിതിൽ നിന്ന് കൊണ്ട് ലഭിക്കുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതാണ്. ശരിക്കും 3 അതിൽ കൂടുതലോ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം. ആ പ്രതീക്ഷയും ഇപ്പോൾ മങ്ങലേറ്റിട്ടാണുള്ളത്. കാര്യം ഈ ഒരു ദൗത്യം ഉപേക്ഷിക്കപ്പെടുന്നതോടുകൂടി അവർ ജീവനോടെ ഇല്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണല്ലോ അത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ 3 അതിൽ കൂടുതലോ ജീവൻ ഇല്ലാത്ത ശരീരം നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം. അതുപോലെ തന്നെ ഈ ഒരു ദൗത്യം തുടരുകയാണെങ്കിൽ ലോറിയോ അല്ലെങ്കിൽ ലോറിയുടെ ഭാഗങ്ങളോ നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം. പക്ഷേ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഇതിനു വേണ്ടി ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ തിരിച്ചു കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഓൾറെഡി നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. അത് ഒരു ജീവൻ തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെ ആവാം. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റപ്പോഴാണ് ഒരുപക്ഷെ കർണാടക സർക്കാർ അടക്കം ഈ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഇനി ചെലവഴിക്കാനുള്ള സംഖ്യ, അർജുനെ പോലെ കർണാടകയിലും ഒരുപാട് ആൾക്കാർ ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയവരുണ്ട്, പരിക്ക് പറ്റിയവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുടുംബത്തിന് ഈ ഒരു സാമ്പത്തിക സഹായം എത്തുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് പകരമാവില്ലെങ്കിലും തൽക്കാലം ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അങ്ങനെ എത്തിക്കാം എന്നുള്ള ചിന്ത കൂടി അവർക്കുണ്ടാവാം. എന്തായാലും നമ്മളൊക്കെ ഈ കർണാടക സർക്കാരിൻ്റെ ഇപ്പോഴുള്ള നിയമങ്ങളോട്, അവരുടെ അനുമാനങ്ങളോട് നമ്മളും പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷെ അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള അർജുൻ നമ്മുടെ സമൂഹത്തിൽ അവശേഷിപ്പിച്ചിട്ടുള്ള 2 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അത് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. കാര്യം കേവലം ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ വിവേചനങ്ങൾക്കപ്പുറം, കേരള കർണാടക ബോർഡറിനപ്പുറം ഇന്ത്യ എന്നുള്ള ഒരു സത്യമുണ്ട്. ആ ഇന്ത്യയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പ്രവർത്തനമാണ് ഈ ഒരു തീരുമാനം എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാര്യം കേവലം വെള്ളത്തിനടിയിലുള്ള ഒരു 5-10 മീറ്റർ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യയിലില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്.
അല്ലേ? ഈ ഒരു മണ്ണ് നീക്കുന്നതോടുകൂടി ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചേക്കാം. അപ്പോൾ അതാണ് പ്രയാസപ്പെട്ടുകൊണ്ട് ഇന്ന് ദൗത്യം തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് 3 നോട്ടിക്കൽ മൈൽസിൽ കൂടുതൽ വാട്ടർ കറണ്ട് ഉള്ള മേഖലയിൽ ഒഴുന്നിറങ്ങാൻ പറ്റിയ ഒരു സ്കൂബ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു നേവി സംഘം അല്ലെങ്കിൽ ഒരു ആർമി സംഘം നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ത്യ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ നമ്മുടെ ജീവിതത്തിന് എന്ത് സേഫ്റ്റിയാണുള്ളത്? എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും നാം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നേവിയുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീമിനെ നമുക്കിവിടെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ ദൗത്യം പൂർത്തിയാവുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ടീമിനെ കൊണ്ടുവരുന്നതിന് പകരം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരുപക്ഷെ 3 നോട്ടിക്കൽ മൈൽസിൽ കൂടുതൽ വേഗതയുള്ള വെള്ളത്തിൽ മുങ്ങാൻ പറ്റുന്ന സംഘം അത് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലേ? അതാണ് നമ്മുടെ ചോദ്യം. അതുപോലെ ബാക്കിയുള്ള ഉപകരണങ്ങൾ, ഡ്രഡ്ജിങ് മെഷീൻ, പോണ്ടൂൺ പോലെയുള്ള സംവിധാനങ്ങൾ, അത് ശരിക്കും ഈ ഒരു ഉപകരണം അവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് ആ ഉള്ള സ്ഥലത്തേക്ക് ഈ അപകടങ്ങൾ വരൂല. അപകടങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ എത്തിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ ഉപകരണങ്ങൾ നമുക്ക് ഉണ്ട്, പക്ഷെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെ കൊണ്ട് കാര്യമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമായ എല്ലാ ടെക്നിക്കൽ സംവിധാനങ്ങളും നമുക്കുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. അവിടെ മാത്രമേ അതിനെ കൊണ്ട് അത് യൂസ്ഫുൾ ആവും. എനിക്കിപ്പോഴും പറയാനുള്ളത്, കേവലം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ലാഭമോ നഷ്ടമോ നോക്കാതെ നമ്മുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നോക്കാതെ, അത് 3 അതിൽ കൂടുതലോ ജീവനറ്റ ശരീരങ്ങളാണെങ്കിലും കേവലം ലോറിയുടെ ഭാഗങ്ങളാണെങ്കിലും ഇന്ത്യയുടെ അഭിമാനം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് അറ്റ്ലീസ്റ്റ് നമ്മളെ ഓരോരുത്തരെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ദൗത്യം തുടരണം. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ മന്ത്രി റിയാസും അതുപോലെ കേരള സർക്കാരും ഒക്കെ പറഞ്ഞതുപോലെ അവിടെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ വിവേചനങ്ങൾ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ടീം ഇന്ത്യ എന്നുള്ള നിലയിൽ ഈ ഒരു സുരക്ഷാ ദൗത്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും ഓരോ പൗരനും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ ഇവിടെ ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ആവട്ടെ അടുത്ത ദിവസങ്ങളെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടാവാം. അതുകൊണ്ട് എൻ്റെ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരുപാട് സേഫ്റ്റി സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നമുക്ക് ലഭ്യമാണ്. ആവശ്യമായ സമയങ്ങളിൽ അത് ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.